ഹലോ, അങ്ങനെ നമ്മുടെ വളകാപ്പിൻ്റെ തലേദിവസമാണ് ഇന്ന് അത്യാവശ്യം കൂടുതൽ പരിപാടികളൊക്കെ ഉണ്ട്. അപ്പോൾ അതിൻ്റെ പ്രിപ്പറേഷൻസൊക്കെ ഒരു വ്ളോഗായിട്ട് കാണിക്കാമെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. ഒരുപാട് കാര്യങ്ങൾ ചിലപ്പോൾ സ്കിപ്പ് ചെയ്യുമായിരിക്കാം. മാക്സിമം ഞാൻ ഒരുപാട് വീഡിയോ എടുക്കാനായിട്ട് ശ്രമിക്കും. അപ്പോൾ എൻ്റെ വീട്ടിൽ നിന്ന് ഇന്ന് വരികയാണ്. അപ്പം നാളെയാണ് ഫംഗ്ഷൻ. അപ്പോൾ എന്നാലും അവർക്ക് എത്താൻ പറ്റുന്ന ദൂരമല്ല. അതുകൊണ്ട് നമുക്ക് ഓൾറെഡി റിലേറ്റീവ്സും കൂടെയാണ്. അതുകൊണ്ട് അവർ തലേദിവസം തന്നെ ഇന്ന് തന്നെ വരുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ കാര്യങ്ങൾ, സാധനങ്ങൾ വാങ്ങിക്കുക, അങ്ങനത്തെ കുറച്ച് കാര്യങ്ങളൊക്കെയാണ് ഈ വ്ളോഗിൽ ഉണ്ടാവാൻ പോകുന്നത്. അപ്പോൾ ഞാനിപ്പോൾ രാവിലേക്ക് എഴുന്നേറ്റ് എൻ്റെ കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് നിൽക്കുകയാണ്. അപ്പോൾ ഇനി നമുക്ക് വിശേഷങ്ങൾ വരുന്ന വഴിയെ കാണാം. അപ്പോൾ വിശേഷങ്ങളിലേക്ക് പോവാം. അങ്ങനെ രാവിലെ എഴുന്നേറ്റ ഉടനെ തന്നെ ഞാൻ എൻ്റെ ബെഡൊക്കെ ഒന്ന് സെറ്റാക്കിയിട്ട് പെട്ടി പാക്ക് ചെയ്ത് വെച്ചു കേട്ടോ. കാരണം അടുത്ത ദിവസം നമ്മൾ പോവുകയാണ്. പിന്നെ പിറ്റേന്ന് നമുക്ക് സമയവും കിട്ടില്ല. പിന്നെ എൻ്റെ കയ്യിലെ മെഹന്തി ഒന്ന് അത്യാവശ്യം കെയർ ചെയ്തിരിക്കുന്നതുകൊണ്ട് ഞാൻ അധികമായിട്ട് തുണിയൊന്നും നനയ്ക്കാനൊന്നും പോയില്ല കേട്ടോ. അതൊക്കെ വീട്ടിൽ വന്ന് ചെയ്യാമെന്ന് വിചാരിച്ചു. രാവിലെ എഴുന്നേറ്റ ഉടനെ ഞാൻ പാലാണ് കേട്ടോ കുടിക്കുന്നത്. പശുവും പാലാണ്. വീട്ടിലും അങ്ങനെയാണ്, അവിടെ പോയപ്പോഴും അങ്ങനെയാണ്, പശുവും പാലാണ് കുടിക്കുന്നത്. അതിനുശേഷം ഫ്രഷ് ആയതിന് ശേഷം സിന്ദൂരമൊക്കെ ഇട്ട് പൊട്ടൊക്കെ തൊട്ട് വിളക്ക് കത്തിച്ച് പൂജാമുറിയുടെ ഫ്രണ്ടിലിരുന്നിട്ട് നമ്മൾ ഗായത്രി മന്ത്രം 51 തവണ പറയണമെന്ന് എൻ്റെ ഫാദറിൻലോ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഫാദറിൻലോ ഇങ്ങനെ ഒരുപാട് മെഡിറ്റേഷൻ, യോഗ ഇങ്ങനത്തെ കാര്യങ്ങളിലൊക്കെ ഭയങ്കര ഡെഡിക്കേറ്റീവായിട്ട് ചെയ്യുന്ന ഒരാളാണ്. അപ്പം അതുകൊണ്ട് എന്നോടും പറഞ്ഞു തന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിന് നല്ലൊരു റെസ്പോൺസ് ഉണ്ടായിരുന്നു. നമ്മളത് പറയുന്ന സമയത്ത് കുഞ്ഞിനായിരുന്നാലും നല്ലൊരു റെസ്പോൺസ് ഉണ്ട്. ഡീപ്പായിട്ട് ചെയ്യുന്ന സമയത്ത് അതിൻ്റേതായിട്ടുള്ള ഗുണങ്ങളുണ്ടെന്നാണ് മാമൻ പറയുന്നത്. അപ്പോൾ രാവിലെ എഴുന്നേറ്റിട്ടായിരുന്നാലും അല്ലെങ്കിൽ നമ്മൾ ഈവനിങ് ആയിരുന്നാലും വിളക്ക് കത്തിച്ചിട്ട് നമ്മൾ ആ ഒരു സമയത്ത് പറയുന്നത് നല്ലതാണെന്നാണ് പറയുന്നത് കേട്ടോ. പിന്നെ ഈ ബ്രേക്ക്ഫാസ്റ്റിന് ഞാൻ ഇഡ്ഡലി, സാമ്പാർ, ചമ്മന്തി, വടയൊക്കെ ആയിരുന്നു കഴിച്ചിട്ടുണ്ടായിരുന്നത്. ബ്രേക്ക്ഫാസ്റ്റിന് ശേഷം മാമിയേട്ടനും കൂടെ പുറത്ത് സാധനങ്ങളൊക്കെ വാങ്ങാൻ പോയി. ആ സമയത്ത് ഞാൻ എൻ്റെ ഫ്രണ്ട്സിനെ വീഡിയോ കോളിൽ വിളിച്ചിട്ട് അടുത്ത ദിവസത്തേക്കുള്ള അലങ്കാര പണികൾ ഇതുപോലെ നൂലിൽ കോർക്കലൊക്കെ ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. അവർ സാധനങ്ങളൊക്കെ വാങ്ങിയിട്ട് വന്ന് മാമി നേരെ കുക്കിങ്ങിലോട്ട് പോയി. ഞാനും പിന്നെ വീടൊക്കെ തൂത്ത് അങ്ങനത്തെ പരിപാടികളൊക്കെ ചെയ്തു. ഇടയ്ക്ക് വെച്ച് നാരങ്ങ വെള്ളമൊക്കെ കലക്കി കുടിച്ചായിരുന്നു കേട്ടോ. എൻ്റെ വീട്ടിൽ നിന്ന് ഒരു 3:30 ആകുമ്പോൾ എത്തുമായിരുന്നു. നമ്മൾ ഉച്ചയ്ക്ക് ഫുഡായിട്ട് മട്ടൻ കറി, ചിക്കൻ റോസ്റ്റ്, രസം, ചോറ് അങ്ങനെയൊക്കെ ആയിരുന്നു കേട്ടോ. മട്ടൻ കറിയായിട്ട് ഗ്രേവി പരുവാകുന്ന സമയത്ത് ഇതുപോലെ സൂപ്പായിട്ട് കുടിക്കുന്ന ഒരു ശീലം ഇവിടെ വന്നതിന് ശേഷം ഇവരെ കണ്ട് ഞാനും പഠിച്ചു കേട്ടോ. അത് കുടിച്ചതിന് ശേഷം ബോധമില്ലാതെ ഞാൻ ഉറങ്ങി. എൻ്റെ വീട്ടുകാരെ എത്തിയിട്ട് ഫോൺ വിളിച്ചതുപോലും ഞാൻ അറിഞ്ഞില്ല കേട്ടോ. പിന്നെ അങ്ങനെ എൻ്റെ വീട്ടിൽ നിന്ന് വന്നു. അതിൻ്റെ ക്ലിപ്സൊന്നും എടുക്കാൻ പറ്റില്ല. ഞാൻ ഉറക്കക്ഷീണത്തിലായിരുന്നു കേട്ടോ. അവർ പലഹാരമൊക്കെ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു അടുത്ത ദിവസത്തേക്ക് ചടങ്ങിനല്ല. അനിയനും അമ്മയും അച്ഛനായിട്ടായിരുന്നു കേട്ടോ വന്നിട്ടുണ്ടായിരുന്നത്. ഫുഡൊക്കെ കഴിച്ച് കുറച്ച് നേരം റെസ്റ്റ് ചെയ്തതിന് ശേഷം ഞങ്ങൾ റെഡിയായി പുറത്ത് സാരി എടുക്കാൻ പോകാമെന്ന് വിചാരിച്ചു. അടുത്ത ദിവസം വളകാപ്പിന് വരാൻ പറ്റാത്തവരൊക്കെ തലേദിവസം എന്നെ കാണാനായിട്ട് വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. അതിലൊരു ആൻറ്റി കൊണ്ടുവന്നതാണ് പൂവൊക്കെ വെച്ചിട്ട് ഞാൻ പുറത്ത് പോകാമെന്ന് വിചാരിച്ചു. ഞാനും മാമിയും കൂടെ തലേദിവസം 3 കടകളിൽ കയറി ഞാൻ സാരി എടുത്തു. 3 കടകളിൽ കയറി 3ാമത്തെ കടയിലാണ് എനിക്ക് സാരി ഇഷ്ടപ്പെട്ടത്. എല്ലാവർക്കുള്ള സാരി ആ കടയിൽ നിന്നാണ് കേട്ടോ വാങ്ങിയത്. അപ്പം അമ്മയ്ക്കുള്ളത് അമ്മയെ കൊണ്ടുപോയി സെലക്ട് ചെയ്യാമെന്ന് വിചാരിച്ചു. അങ്ങനെ അമ്മയെ ജസ്റ്റ് ഒന്ന് ബ്യൂട്ടീഷ്യൻ ചെയ്തതിന് ശേഷം ഞാനും അമ്മയും അച്ഛനും കൂടെ അങ്ങോട്ട് പോയി. അച്ഛൻ മാർക്കറ്റ് സൈഡിൽ പോയിട്ട് അടുത്ത ദിവസത്തേക്കുള്ള ഫ്രൂട്ട്സ് അങ്ങനത്തെ സംഭവങ്ങളൊക്കെ വാങ്ങിക്കാനായിട്ട് പോയി. ഞാനും അമ്മയും കൂടെ ഈ തുണിക്കടയിലാണ് കേട്ടോ വന്നത്. EMAR എന്ന് പറഞ്ഞൊരു ഷോപ്പാണ്. ഭയങ്കര ലാഭമാണ് കേട്ടോ. ഭയങ്കര അടിപൊളി കളക്ഷൻസാണ്, വെറൈറ്റി കളേഴ്സാണ്, ഡിസൈനാണ്. നമ്മുടെ ഇവിടെയൊന്നും കാണാത്ത തരത്തിലുള്ള ഡിസൈൻസും കാര്യങ്ങളാണ്. ഇതൊക്കെ കോട്ടൺ സിൽക്കിൽ വരുന്ന സാരിയാണ്. നിങ്ങൾക്ക് വീഡിയോയിൽ കാണുമ്പോൾ എത്രത്തോളമാണെന്ന് അറിയില്ല. ഇത് പ്യുവർ കോട്ടണിൽ വരുന്നതാണ്. അപ്പോൾ എനിക്കത് ഭയങ്കര ഇഷ്ടപ്പെട്ടു കളക്ഷൻസൊക്കെ. അപ്പോൾ അമ്മയ്ക്കും നല്ലൊരു കളർ ഇഷ്ടപ്പെട്ട് അമ്മ ചൂസ് ചെയ്തിട്ടുണ്ട്. പിന്നെ ഞാനും ഒരു സാരി എടുത്തു കേട്ടോ വീണ്ടും. അങ്ങനെ നമ്മൾ ഓട്ടോയിൽ തിരിച്ചു വരികയാണ് സാധനങ്ങളൊക്കെ വാങ്ങിയിട്ട്. ഇനിയാണ് നമ്മുടെ വീട്ടിൽ ബാക്കി ജോലികൾ. പിന്നെ ഞാൻ കുറച്ച് നേരം ഒന്നും കഴിക്കാത്തതുകൊണ്ട് അമ്മ ഉച്ചയ്ക്കുള്ള ചോറ് തന്നെ എനിക്ക് വാരി തന്നിട്ടുണ്ടായിരുന്നു. അതിനുശേഷം നമ്മുടെ അലങ്കാര പണികൾ നമുക്ക് വീണ്ടും സ്റ്റാർട്ട് ചെയ്യാനുണ്ട്. അടുത്ത ദിവസം എൻ്റെ ആനിവേഴ്സറി കൂടെയാണ്. അപ്പോൾ ആനിവേഴ്സറിക്ക് വേണ്ടിയിട്ടൊരു ബലൂൺ ആർച്ച് ചെയ്യാം, ഫോയിൽ കർട്ടനൊക്കെ ഇട്ട് ചെറിയൊരു ബാക്ക്ഗ്രൗണ്ട് സെറ്റ് ചെയ്യാമെന്ന് വിചാരിച്ചു. രാത്രി കഴിക്കാനായിട്ട് കോവിൽപ്പട്ടി സ്പെഷ്യൽ KFC റൈസും KFC ഫ്രൈഡ് ചിക്കനും ഒക്കെ വാങ്ങിച്ചു. KFC എന്ന് പറയുന്നത് കോവിൽപ്പട്ടി ഫ്രൈഡ് ചിക്കനാണ് കേട്ടോ. വേറെ നിങ്ങൾ തെറ്റിദ്ധരിക്കരുത്. ഇവിടുത്തെ ചിക്കൻ റൈസ് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ഭയങ്കര ഇഷ്ടം എന്ന് പറഞ്ഞാൽ ഭയങ്കര ഇഷ്ടം. അപ്പം പ്രഗ്നൻ്റ് ആയിട്ട് ഞാൻ ഇവിടെ വന്ന് ആദ്യമായിട്ടാണ് ചിക്കൻ റൈസ് കഴിക്കാൻ പോകുന്നത്. 3 വർഷമായിട്ട് എൻ്റെ അനിയൻ്റെ അടുത്ത് ഞാനും പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഈ 3 വർഷത്തിൽ ഇവനും ആദ്യമായിട്ടാണ് ചിക്കൻ റൈസ് കഴിക്കുന്നത്. പിന്നെ ഈ ഫ്രൈഡ് ചിക്കൻ്റെ കാര്യം പറയുകയാണെങ്കിൽ അവൻ പറയുകയാണ് KFCനേക്കാളും ഭയങ്കര അഭിപ്രായമായിരുന്നു അവൻ ഈ ഫ്രൈഡ് ചിക്കനിൽ. അപ്പോൾ അങ്ങനെ നമ്മൾ ഡിന്നറൊക്കെ കഴിച്ചിട്ട് നമുക്ക് ബാക്കി പണികളൊക്കെ ചെയ്യാമെന്ന് വിചാരിച്ചു. എൻ്റെ ബ്രദറും ഹസ്ബൻഡും കൂടെ ആയിരുന്നു കുറച്ച് കാര്യങ്ങൾക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും സാധനങ്ങളൊക്കെ വാങ്ങാൻ
അവനുണ്ടായിരുന്നതുകൊണ്ട് പുള്ളിക്ക് ഒരു ഹെൽപ്പായി. പിന്നെ ഏട്ടൻ്റെ അനിയനാണെങ്കിൽ പിറ്റേ ദിവസം രാവിലെയാണ് വന്നത്. അപ്പോൾ അതിൻ്റെ ഒരു മിസ്സിങ് വല്ലാണ്ട് ഉണ്ടായിരുന്നു കേട്ടോ. പിന്നെ മാമിയും അച്ഛനും കൂടെ പൂ കെട്ടാനായിട്ട് സ്റ്റാർട്ട് ചെയ്തു. ഞങ്ങൾക്ക് തല വെക്കാനല്ല, വരുന്നവർക്ക് നമ്മൾ ചെറിയ ചെറിയ പീസ് നമ്മൾ കൊടുക്കണം എന്നുണ്ട്. പിന്നെ നമ്മൾ ബലൂൺ ആർച്ച് ചെയ്യേണ്ട ഒരു പരിപാടിയാണ്. പിറ്റേ ദിവസത്തെ സാരിയുടെ കളറിൻ്റെ മാച്ചിനാണ് ആർച്ച് ചെയ്യാമെന്ന് വിചാരിച്ചത്. ഇതൊക്കെ ഞാൻ ഇവിടെ നിന്ന് നാട്ടിൽ നിന്ന് പോയപ്പോൾ തന്നെ വാങ്ങിക്കൊണ്ട് പോയതാണ് കേട്ടോ. ഈ ഡെക്കറേഷൻ പരിപാടി, ഇങ്ങനത്തെ അലങ്കാരം, ഇതൊന്നും എൻ്റെ ഹസ്ബൻഡിനുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള കാര്യമേ അല്ല. നമ്മൾ ചെയ്യുന്നതിന് സപ്പോർട്ടാണ്, കൂടെ നിൽക്കും, എല്ലാം ഓക്കെ. അല്ലാതെ ഇതുപോലത്തെ കാര്യങ്ങൾ ഓർഗനൈസ് ചെയ്യാനും അങ്ങനൊന്നും ഒരു പരിപാടിയില്ല കേട്ടോ. അത് കണ്ടില്ലേ, മുറിയിൽ പോയിരുന്ന് വർക്കിൻ്റെ കാര്യം നോക്കിക്കൊണ്ടിരിക്കുകയാണ്. അപ്പം ഞാനും അമ്മ പിന്നെ ഹെൽപ്പ് ചെയ്തു. പിന്നെ ബ്രദറായിരുന്നു വീഡിയോ എടുത്ത് തന്നിട്ടുണ്ടായിരുന്നത്. ഇത് ഞാൻ രാത്രി ഒട്ടിക്കേണ്ടായിരുന്നു എന്ന് എനിക്ക് തോന്നി, കാരണം ഇത് കിടക്കുന്നത് നല്ല ഭംഗിയായിരുന്നു കേട്ടോ. പിന്നെ എല്ലാവരും ഹോളിലൊക്കെ ആയിട്ട് കിടന്നപ്പോൾ ഫാനൊക്കെ ഇട്ട സമയത്ത് അത് ഒട്ടിപ്പോയി, കുരുങ്ങിപ്പോയി. പിറ്റേന്ന് നോക്കിയപ്പോഴത്തേക്കും നല്ല സ്പേസ് ഉണ്ടായിരുന്നു. ഞാൻ അത്യാവശ്യം നല്ല ഫോയിൽ കർട്ടനാണ് വാങ്ങിയിട്ട് പോയത്, പക്ഷേ ഗ്യാപ്പ് വീണുപോയി. അങ്ങനെ ഒരു അടി പറ്റി. അല്ലാതെ നല്ല ക്വാളിറ്റിയുള്ള സംഭവമായിരുന്നു. ഡബിൾ സൈഡ് ടേപ്പ് വെച്ചിട്ടും ഇത്രയും ഫാൻ ഇട്ടിട്ടും ഒരിക്കൽ പോലും അത് ഇളകി വീണിട്ടോ അങ്ങനെയൊന്നും ഇല്ലായിരുന്നു. പിന്നെ മാമി പൂകെട്ടി കുറച്ച് നേരം കഴിഞ്ഞപ്പം എൻ്റെ അച്ഛനൊക്കെ പൂകെട്ടാനൊക്കെ അറിയാം കേട്ടോ. അവിടെ അച്ഛൻ്റെ അമ്മ എല്ലാവരും നന്നായിട്ട് പൂ കെട്ടും. അപ്പം അച്ഛനും പൂ കെട്ടാനൊക്കെ അറിയാം. അപ്പോൾ അച്ഛനും കുറച്ച് നേരം മാമിക്ക് ഇരുന്ന് ഹെൽപ്പ് ചെയ്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു. അതിനുശേഷമായിരുന്നു നമ്മുടെ റിട്ടേൺ ഗിഫ്റ്റിൻ്റെ പാക്കിങ്ങും കാര്യങ്ങളും. അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള കിറ്റ് മാമൻ ഇനി രാത്രി കടയിൽ നിന്ന് വരുമ്പോൾ കൊണ്ടുവന്നാലേ നമുക്ക് അതിൻ്റെ പാക്കിങ് ചെയ്യാൻ പറ്റത്തുള്ളൂ. അപ്പോൾ അതിന് മുന്നോടിയായിട്ട് ഞാൻ ഈ അലങ്കാര പണിയൊക്കെ ചെയ്യാമെന്ന് വിചാരിച്ചു. പിന്നെ മാമി ഇവിടെ നാട്ടിൽ വന്ന സമയത്ത് ഒരു നെറ്റിപ്പട്ടം വാങ്ങിയിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അത് ആദ്യമായിട്ടാണ് വീട്ടിൽ നമ്മൾ ഹാങ് ചെയ്തത്. അപ്പോൾ അത് മാമിക്ക് ഭയങ്കര സന്തോഷമായിരുന്നു. ഇനി റിട്ടേൺ ഗിഫ്റ്റ് പാക്ക് ചെയ്യുന്ന സമയമാണ്. ഞാൻ കഴിഞ്ഞ വ്ളോഗിൽ കാണിച്ചതുപോലെ നമ്മുടെ മഞ്ഞൾ, കുങ്കുമം, മഞ്ഞക്കയർ, പിന്നെ 4 കുപ്പിവള ചേർത്ത് ഒരു കവറിൽ ഇതുപോലെ ആക്കിയിട്ട് നമ്മളതൊരു മഞ്ഞ കവറിലാക്കണം. അങ്ങനെയാണ് നമ്മൾ പാക്ക് ചെയ്യേണ്ടത്. മഞ്ഞ കവർ ഇതുവരെ എത്തിയില്ല, മാമൻ കടയിൽ നിന്ന് വന്നില്ല. അതുവരെ നമ്മൾ ഈ വളയൊക്കെ ഒന്ന് പാക്ക് ചെയ്യാമെന്ന് വിചാരിച്ചു. ഒരു 100 പാക്ക് ചെയ്യാനാണ് നമ്മൾ പ്ലാൻ ചെയ്തിട്ടുണ്ടായിരുന്നത്. ഒരു ഫാമിലിക്ക് ഒരു കവർ, അങ്ങനെയുള്ള ഒരു കിറ്റ് എന്നുള്ള രീതിയിലാണ് റിട്ടേൺ ഗിഫ്റ്റ് പോകുന്നത് കേട്ടോ. കുറച്ച് നേരം ഡെക്കറേറ്റ് ചെയ്തപ്പോഴത്തേക്കും എനിക്ക് നടുവൊക്കെ കഴിക്കാൻ തുടങ്ങി. അപ്പം ഞാൻ വീണ്ടും എൻ്റെ ഹസ്ബൻഡിൻ്റെ അടുത്ത് പോയി വെറുതെ ഇരുന്നു. കുറച്ച് നേരം റെസ്റ്റൊക്കെ എടുത്തിട്ട് വീണ്ടും സ്റ്റാർട്ട് ചെയ്തു. അങ്ങനെ നമ്മുടെ മഞ്ഞ കവർ വന്നു, മാമൻ കടയിൽ നിന്ന് വന്നു. റിട്ടേൺ ഗിഫ്റ്റായിട്ട് നമ്മൾ പ്ലേറ്റും കൂടെ കൊടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. ഈ പാക്ക് ചെയ്ത് വെച്ച വള, പ്ലേറ്റ്, നമ്മുടെ മുന്നേ വെച്ചതിന് ശേഷം മാത്രം പലഹാരം എടുക്കാനായിട്ട് പാടുള്ളൂ. അപ്പോൾ എന്തെങ്കിലും 3 പലഹാരം അതൊക്കെ അടുത്ത ദിവസമാണ് ഇടുന്നത്. അപ്പോൾ അതിന് മുന്നേ ഈ കാര്യങ്ങളൊക്കെ ഒരു ഫാമിലിക്ക് ഒന്നെന്നുള്ള രീതിയിൽ 100 ഫാമിലിക്ക് കണക്കാക്കിയിട്ടായിരുന്നു നമ്മൾ പാക്ക് ചെയ്ത് സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നത്. അപ്പോൾ സമയം ഇങ്ങനെ പൊയ്ക്കൊണ്ടിരിക്കുകയാണ്, വളകാപ്പിനുള്ള സമയം അടുത്തുകൊണ്ടിരിക്കുകയാണ്. അത് മാത്രമല്ല, വളകാപ്പ് മാത്രമല്ല, നമ്മുടെ വെഡ്ഡിങ് ഡേ കൂടിയാണ് അടുത്ത ദിവസം. അപ്പോൾ ഞാനിങ്ങനെ 12 മണിയാകാൻ വെയിറ്റ് ചെയ്തിരിക്കുമായിരുന്നു ഹസ്ബൻഡിനെ വിഷ് ചെയ്യാനായിട്ട്. അപ്പോൾ എൻ്റെ പരിപാടീസും കഴിഞ്ഞു. പിന്നെ ഞാൻ റൂമിൽ പോയി റെസ്റ്റ് എടുത്തു കേട്ടോ. ഹാപ്പി വെഡ്ഡിങ് ആനിവേഴ്സറി. അങ്ങോട്ട് വാ. വെഡിങ് ആനിവേഴ്സറി സ്പെഷ്യൽ ഈ സോങ് വെക്കാൻ. അപ്പോൾ ഇതാണ് നമ്മുടെ വളകാപ്പിൻ്റെ തലേ ദിവസം. അടുത്ത ദിവസം നമ്മുടെ ബ്യൂട്ടീഷ്യൻ വരും, രാവിലെ എഴുന്നേൽക്കണം, അങ്ങനെയൊക്കെ ആയതുകൊണ്ട് ഞങ്ങൾ ഏകദേശം കിടന്നപ്പോൾ തന്നെ 12:30 കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. ഈ സമയത്ത് ഇത്ര നേരമൊന്നും ഉണർന്നിരിക്കാനായിട്ട് പാടില്ല. പക്ഷേ നമ്മുടെ സിറ്റുവേഷൻസ് അങ്ങനെ വരുന്ന സമയത്ത് നമ്മൾ കുറച്ച് ആക്റ്റീവായിട്ട് ഇരുന്ന് പോവും. നമുക്ക് ഉറക്കമൊന്നും വന്നില്ല. ബേബി നല്ല കോപ്പറേറ്റീവ് ആയിരുന്നു. അപ്പോൾ എന്താണ്, എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യുക, മാക്സിമം എല്ലാവർക്കും വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, മാക്സിമം സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ വളകാപ്പിൻ്റെ വ്ളോഗുമായിട്ട് ഞാൻ ഉടൻ തന്നെ വരുന്നതായിരിക്കും. അതുവരെ ചിൽഡ്രൻ ടേക്ക് കെയർ, ബൈ.